ഒരാള് നമ്മുടെ നാട്ടില് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട്, നമ്മുടെ ഒരു KNMന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം പെട്ടെന്ന് കരയാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം കുറച്ച് സമയം ഇങ്ങനെ സ്റ്റോപ്പായി അദ്ദേഹത്തിന്റെ വർത്തമാനം. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞാന് ഇങ്ങനെ ഒരു സ്ഥാനം ഏറ്റെടുത്ത് ഒരു കീ പോസ്റ്റിലേക്ക് വന്നിട്ട് ഇത് ഏറ്റെടുത്ത് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരനെ ഓർക്കാതെ എനിക്കത് പൂർത്തീകരിക്കാൻ കഴിയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാന് മദ്രസയിൽ 10ാം ക്ലാസ് വരെ പഠിച്ച ആളാണ്. ഞാനൊരു സുന്നി കുടുംബത്തിൽ ജനിച്ച്, അങ്ങനെ നല്ല കുടുംബമായിരുന്നു. 10 വരെ മദ്രസയിൽ പഠിച്ചു. പിന്നെ ഞാൻ 10 കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് കോളേജിൽ ചേർന്നു. പക്ഷെ ആ കോളേജിൽ ചേർന്ന് എൻ്റെ ക്ലാസ്സിൽ പലരും, ആ കോളേജിൽ അന്നൊരു യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ സംഘടനയുണ്ടായിരുന്നു, വിദ്യാർത്ഥി സംഘടന. അതിൽ കുറെ ചെറുപ്പക്കാർ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, ഡിഗ്രിയിലും മറ്റുമൊക്കെ പഠിക്കുന്ന. അവരുമൊക്കെയായി ചങ്ങാത്തം കൂടിയപ്പോ, കൂട്ടുകൂടിയപ്പോ ഞാനും അതിൽ മെമ്പർഷിപ്പ് എടുത്ത് അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ അതിന്റെ കീ പോസ്റ്റിലേക്ക് വന്നു. ഇസ്ലാമിന്റെ ചിഹ്നങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് അസ്തമിച്ചു. നമസ്കാരവും മുമ്പ് എല്ലാം പോയി. പെരുന്നാളിന് പോലും പള്ളിയിൽ പോകാത്ത അവസ്ഥയിലെത്തി. എൻ്റെ വാപ്പയും ഉമ്മയും സഹോദരങ്ങളൊക്കെ എനിക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്. പലരെ കൊണ്ടും സംസാരിപ്പിച്ചിട്ടുണ്ട്. പല ഉസ്താദുമാരെയും കൊണ്ടുവന്ന് സംസാരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് മാറാൻ കഴിഞ്ഞില്ല. ഞാനങ്ങനെ ഡിഗ്രിയൊക്കെ പൂർത്തിയായി ഒരു 2-3 വർഷമൊക്കെ ഏതൊക്കെയോ പ്രൈവറ്റ് ജോലികളിലൊക്കെ മുഴുകി. എനിക്ക് പിന്നീട് ഒരു ഗവൺമെന്റ് സർവീസിൽ ജോലി കിട്ടുക. ഞാനൊരു പഞ്ചായത്ത് ഓഫീസിൽ ഒരു LD ക്ലർക്കായിട്ടാണ് ജോലിയിൽ പ്രവേശിക്കുന്നത്. അങ്ങനെ ഞാനൊരു ദിവസം ജോലിയിലേക്ക് ഇങ്ങനെ പ്രവേശിക്കാൻ പോവാ. അങ്ങനെ ഞാനൊരു 2nd ഫ്ലോറിൽ സ്ഥിതി ചെയ്യുന്ന ആ ഓഫീസിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോ, ആ ഫ്ലോർ കയറി ചെല്ലുന്ന ഇടത്തൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നെ കണ്ടപ്പോ എന്റെ കൈ പിടിച്ചു. അദ്ദേഹത്തിന് ചെറുതായിട്ട് താടിയുണ്ട്. അദ്ദേഹത്തിന്റെ ഫാന്റ് നെരിയാണിക്ക് മുകളിലാണ്. അദ്ദേഹം എന്റെ കൈ പിടിച്ചിട്ട് അതെങ്ങനെ വരിക വരാന്തയിലൂടെ എന്നെ കണ്ടപ്പോ ചിരിച്ചു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എവിടുന്നാണ്? പേര് ചോദിച്ചപ്പോ എന്റെ പേര് പറഞ്ഞു ഞാൻ. അപ്പൊ അദ്ദേഹം എന്നോട് സലാം പറഞ്ഞു. ഞാൻ ആ സലാം ഒന്നും മടക്കിയില്ല, കാരണം ഞാനിതിനെതിരാണ്. ഞാനിപ്പോ ഇതിൽ മെമ്പറല്ല, ഞാനിതിൽ നിന്ന് പോയിട്ടുണ്ട്. സലാം പോലും മടക്കിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു പുതിയ അപ്പോയിന്റ്മെന്റുമായിട്ട് വരികയാണ്. അപ്പൊ ഈ ചെറുപ്പക്കാരൻ എന്നെ കൈപിടിച്ച് അവിടുത്തെ മുതിർന്ന ഓഫീസറുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് സൈൻ ചെയ്ത് ഒപ്പിട്ടന്ന് ജോലിയിൽ പ്രവേശിച്ചു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞ് ഒരു വെള്ളിയാഴ്ച വന്നു. ഈ ഓഫീസിൽ എല്ലാവരും നോൺ മുസ്ലിംസാണ്. മുസ്ലിമായിട്ട് ഈ ചെറുപ്പക്കാരൻ മാത്രമുള്ളത്. അദ്ദേഹം നമ്മുടെ ISMന്റെ അന്നത്തെ ഒരു പ്രവർത്തകനാണ്. അദ്ദേഹം അവിടുത്തെ ഒരു ചെറിയ ഏറ്റവും താഴെയുള്ള ഒരു സ്വീപ്പർ അറ്റൻഡറായിട്ട് ജോലി ചെയ്യാണ് അവിടെ. അപ്പൊ അദ്ദേഹം വെള്ളിയാഴ്ച ദിവസം ഒരു 12:15 എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, സാർ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ജുമുഅ ദിവസമാണ്. ഞാന് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് മലയാളത്തിൽ ഖുത്ബ പറയുന്ന ഒരു പള്ളിയുണ്ട്. ഞാൻ അവിടെയാണ് എല്ലാ വെള്ളിയാഴ്ചയും പോവാറ്. നല്ല ഉപദേശങ്ങൾ കിട്ടും, നല്ല നസീഹത്തുകൾ കിട്ടും. എന്റെ ബൈക്കിന്റെ പിറകിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു ചിരിച്ചുകൊണ്ട്, എന്റെ പേര് ഇതൊക്കെയാണെങ്കിലും, എന്റെ പേര് മുഹമ്മദ് ആണെങ്കിലും ഞാനിന്ന് യഥാർത്ഥത്തിൽ മുഹമ്മദ് അല്ല. ഞാനിതൊന്നൊക്കെ പോയിട്ടുണ്ട്. ഞാനൊരു യുക്തിവാദിയാണ്, നിരീശ്വരവാദിയാണ്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം, ഒന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഇരുന്നു. ഈ ചെറുപ്പക്കാരൻ പോയി. അദ്ദേഹം തിരിച്ചു വന്ന് ഞാനത് പറഞ്ഞതിന്റെ പേരിൽ എന്നോട് അദ്ദേഹത്തിന് പരിഭവമോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ദേഷ്യമോ ഒന്നും അദ്ദേഹത്തിന്റെ മനസ്സിലില്ല, ഒന്നും പ്രകടിപ്പിച്ചില്ല. ആദ്യത്തേതിനേക്കാൾ അദ്ദേഹം ഞാനുമായിട്ട് സഹകരിച്ചു. വീണ്ടും അടുത്ത വെള്ളിയാഴ്ച വന്നു. അദ്ദേഹം ഇതേ സമയത്ത് എൻ്റെ അടുത്ത് വന്നു. സാർ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, എൻ്റെ കൂടെ വന്നാൽ നമുക്ക് നല്ല ഉപദേശം കേട്ടുവരാം. അന്നും ഞാൻ ഇതേ വർത്തമാനം പറഞ്ഞു. അന്നും ഞാനിതാ പറഞ്ഞത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെയും എന്നോട് ഈ ചെറുപ്പക്കാരുടെ സ്നേഹം കൂടി, എന്നോട് കൂടുതൽ ഇഷ്ടം കൂടി. മൂന്നാമത്തെ വെള്ളിയാഴ്ചയും ഇതേ സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട്, സാർ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയും പറഞ്ഞത് ആവർത്തിക്കുന്നു എന്ന് പുഞ്ചിരിയോടുകൂടി പറഞ്ഞപ്പോ അറിയാതെ എൻ്റെ ചെയറിൽ നിന്ന് ഞാൻ പൊങ്ങി, ഞാൻ എണീറ്റു. അദ്ദേഹത്തിന്റെ പിറകെ ഞാൻ ബൈക്കിൽ കയറി. ഞാൻ ആ ഖുത്ബയിൽ പങ്കെടുത്തു. അതെന്റെ ജീവിതത്തിലേക്കുള്ള ഒരു വഴിത്തിരിവായിരുന്നു. അത് എന്റെ ജീവിതത്തിന്റെ ഗതിവിഗതികൾ മാറ്റിക്കുറിക്കുന്ന ഭാഗധേയം തിരിച്ചു കളയുന്നൊരു ഒരു ദിവസമായിരുന്നു. അത് മാറ്റമുണ്ടായി. അവിടുന്ന് അങ്ങോട്ട് ഞാൻ മാറാൻ തുടങ്ങി. അടിമുടി മാറി. ഞാനങ്ങനെ വീട്ടിലൊക്കെ ഇത് പറയാൻ എനിക്ക് വല്ലാത്തൊരു ലജ്ജ.
അപ്പൊ ഞാൻ ഈ മഗ്‌രിബ് ഇശായൊക്കെ ളുഹ്ർ അസ്റൊക്കെ ഓഫീസിൽ വരുമ്പോൾ നിസ്കരിക്കും. മഗ്‌രിബ് ഇശയൊക്കെ പുറത്ത് നിസ്കരിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വരും. വീട്ടുകാർ ഇത് അറിഞ്ഞിട്ടില്ല. ഒരു ദിവസം ഞാൻ രാവിലെ സുബൈ ബാങ്ക് കൊടുത്ത ആ സമയത്ത് എണീറ്റിട്ട് വുളു എടുത്ത് ഒരു മുസല്ല എന്റെ റൂമിൽ ഞാൻ കൊണ്ടുവച്ചിരുന്നു, ആരും കാണാതെ, അലമാരയിൽ. അതെടുത്തിട്ട് സെക്കൻഡ് ഫ്ലോറിന്റെ മുകളിലേക്ക് പതുക്കെ ഞാൻ ആ ഒതുക്കുകൾ കയറി ഇങ്ങനെ പോയി ആ മുസല്ലയും പിടിച്ച്. എന്റെ ഉമ്മയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടു. ഉമ്മയെ കാണാതെയാണ് ഞാൻ പോകുന്നത്. പക്ഷെ ഉമ്മ പതുക്കെ ഇത് കണ്ട് പിറകിൽ നിന്ന്. എന്റെ ഉമ്മക്ക് പ്രായമുണ്ട്, കാൽമുട്ടുകൾക്ക് വേദനയുണ്ട്. ആ ഒതുക്കെന്റെ ഉമ്മ കുറച്ച് കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് കയറിയിട്ടല്ല. ഞാൻ അതിന്റെ മുകളിൽ പോയിട്ട് നമസ്കാരം തുടങ്ങി. ഞാനിങ്ങനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉമ്മ പതുക്കെ പതുക്കെ വേച്ച് ഓരോ ഒതുക്കുകളും ഇരുന്ന്, പിന്നെ അടുത്തേതിരുന്ന് ഞാൻ നമസ്കരിക്കുന്നതിന്റെ അടുത്തെത്തി. എന്റെ തൊട്ടടുത്ത് വന്നിരുന്നു. ഞാൻ നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയതോടുകൂടി എൻ്റെ ഉമ്മ എന്റെ മടിയിലേക്ക് ഇങ്ങോട്ട് വീണിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് എന്നെ മുത്തം നൽകിയിട്ട് എൻ്റെ ഉമ്മ ഒരു കരച്ചിലുണ്ടായി. വല്ലാത്തൊരു കരച്ചിൽ. ഉമ്മയുടെ സന്തോഷം കൊണ്ടുള്ള കരച്ചിലായിരുന്നു. ഉമ്മയുടെ സന്തോഷം കൊണ്ടുള്ള കരച്ചിലായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ വാക്കുകൾ പൂർത്തീകരിക്കുമ്പോൾ ആ ചെറുപ്പക്കാരനെ അനുസ്മരിക്കാതെ ഈ വാക്കുകൾ പൂർത്തീകരിച്ചാൽ ഞാൻ ചെയ്യുന്നത് ഏറ്റവും വലിയ അനീതിയായിരിക്കും. നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇതാണ് അള്ളാഹു പറഞ്ഞത്. നമ്മുടെ വഴി ഒരാളിലേക്ക് ഇത് കിട്ടിയാൽ ഈ ദുനിയാവ് മുഴുവൻ കിട്ടിയതിനേക്കാൾ വലുതാണ്. അള്ളാന്റെ ഇഷ്ടം നേടിയെടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണിത്. മുൻഗാമികളായിട്ടുള്ള സഹാബിവര്യന്മാർ അവരൊക്കെ ത്യാഗം ചെയ്തു. ഈ വിഷയത്തിൽ, ദഅവത്തിന്റെ വിഷയത്തിൽ പ്രബോധകന്മാരാകുന്നതിൽ അവരേൽപ്പിച്ച ഉത്തരവാദിത്വം നമ്മൾ ആലോചിക്കുക. എത്രമാത്രം ത്യാഗമാണ് അവർ ചെയ്തത്. രഹസ്യ പ്രബോധന കാലത്തെ കുറിച്ച് ചരിത്രത്തിൽ കാണാൻ കഴിയും. ആദ്യത്തെ 3 വർഷം രഹസ്യ പ്രബോധനമായിരുന്നു. പിന്നെ പ്രബലരായിട്ടുള്ള ഹംസ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ അവർ ചോദിച്ചു, നമ്മൾ ഇനി എന്തിനാണ് ഇനിയും പാത്തും പതുങ്ങിയും ഇത് പറയുന്നത്? പരസ്യമായിട്ട് പറഞ്ഞുകൂടെ? അതിന്റെ അടിസ്ഥാനത്തിൽ പരസ്യ പ്രബോധനത്തിലേക്ക് കടന്നു വരികയായിരുന്നു. ഈ രഹസ്യ പ്രബോധന കാലത്ത് എത്ര ത്യാഗം ചെയ്താണ് മക്കയില് ഈ ഒരു ഇസ്ലാമിനെ വളർത്തിയത്. അതിന്റെ വിത്ത് വതച്ച്, അതിന് വളം കൊടുത്ത്, വെള്ളം കൊടുത്ത്, എല്ലാ വിളകളും കേടുകളും ഒക്കെ പറിച്ചു മാറ്റി സാഹസികമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നേതൃത്വം കൊടുത്തത്. അങ്ങനെ അർക്കം റളിയല്ലാഹു അൻഹു തന്റെ വീട് ഇസ്ലാമിന്റെ മാർഗത്തിൽ സമർപ്പിച്ചു. ആ ദഅവത്തിന് വേണ്ടി മാറ്റിക്കൊടുത്തു. അത് സഫാ കുന്നിന്റെ മുകളിലായിരുന്നു. പെട്ടെന്നൊന്നും ആരും വരാത്തിടത്തായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, എന്റെ വീട് ഇസ്ലാമിനെ പഠിപ്പിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരികയാണ്, ഞങ്ങൾ മറ്റൊരു ഭാഗത്ത് താമസിക്കാം. അന്ന് മുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ പലരും ഇസ്ലാമിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു വന്നത് ആ വീട്ടിന്റെ ഉള്ളിൽ വെച്ചായിരുന്നു. ഒരു ദിവസം രാത്രിയാണ് അതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയം ഉപയോഗിക്കാറ്. സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ പറഞ്ഞു കൊടുക്കാം. ഖുർആനൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ഒരു ദിവസം രാത്രി എല്ലാം കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോകാനാണ് അവർ പതിവ്. ഈ വന്നവരെ കൂട്ടിയിരുത്തിയിട്ട് ഇതുപോലെ അങ്ങനെ അർക്കമിന്റെ വീട്ടിൽ, റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലിരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നു, നല്ല തണുപ്പ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങിയപ്പോ തണുപ്പ് സഹിക്കാൻ പറ്റാതെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ഇന്ന് ഇവിടെ തന്നെ കിടന്നോളാം, നിങ്ങളൊക്കെ പോയിക്കോ വീട്ടിലേക്ക്, ഞാൻ നാളെ രാവിലെ വരാം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ തന്നെ കടന്നു, സഫാ കുന്നിന്റെ മുകളിൽ. അങ്ങനെ ആ കൂട്ടത്തിൽ ഒരു സഹാബി വര്യൻ വീട്ടിലേക്ക് പോയിട്ട് ഉറങ്ങാൻ കിടന്നു. അപ്പൊ ഉറങ്ങാൻ കിടന്നപ്പോ അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല. അദ്ദേഹം വീണ്ടും എണീറ്റു, തന്റെ ഡ്രസ്സ് മാറി, തന്റെ വാളുമെടുത്ത് അർക്കമിന്റെ വീട്ടിലേക്ക് വരിക റളിയല്ലാഹു അൻഹു. എന്തിനാണ് അദ്ദേഹം വന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും അപകടപ്പെടുത്തുമോ എന്ന് അദ്ദേഹത്തിന് ഒരു ആശങ്കയുണ്ടായി. ഈ സമയത്ത് അദ്ദേഹം വന്നിട്ട് നബിയുടെ കൂടെ കൂട്ടുകിടക്കാൻ വേണ്ടി വന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് എത്തി നോക്കിയപ്പോൾ റസൂലുള്ളാഹി ഉറങ്ങിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ക്ഷീണിതനായ പ്രവാചകനെ ഉണർത്താൻ ഞാനവിടെ ചെല്ലുമ്പോൾ ആ ശബ്ദം കാരണം ഉണരുമോ എന്ന് ഭയപ്പെട്ട് ഈ സഹാബി വര്യൻ മുറ്റത്ത് ആ വീടിന്റെ പുറത്തൊരു പാറപ്പുറത്ത് ഇങ്ങനെ ഇരുന്നു, വാളും പിടിച്ചിങ്ങനെ ഇരുന്നു. റസൂലിന് കാവലിൽ കേട്ടോ. ആ ഇരുത്തത്തിനിടയിൽ അദ്ദേഹം ഒന്ന് മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ അദ്ദേഹത്തിന്റെ വാള് താഴേക്ക് വീണു. ആ ശബ്ദം കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാറയിൽ തട്ടിയ ശബ്ദം കേട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റു. പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. പാതിരാത്രിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ ഇരുട്ടിന്റെ മറവിൽ ഒരാൾ ഇരിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, ആരാണ് താങ്കൾ? അപ്പൊ പറഞ്ഞു, ഞാൻ സഅദ്
സഅദാണ്. അപ്പൊ നബി ചോദിച്ചു, എന്താണ് താങ്കൾ ഇന്നലെ രാത്രി ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയാണല്ലേ, പിന്നെ എങ്ങനെ ഇവിടെ എത്തി? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞാൻ വീട്ടിൽ പോയി കിടന്നു, പക്ഷെ എനിക്ക് ഉറക്കം വന്നില്ല. നിങ്ങളെ കുറിച്ച് ഞാൻ ഭയപ്പെട്ടു. ഈ ഇസ്ലാമിനെ ആളുകൾക്ക് എത്തിക്കുന്നിടത്ത് നിങ്ങൾ ഒറ്റക്കാവാൻ പാടില്ല. നിങ്ങൾ ഒറ്റക്കാവാൻ പാടില്ല. നിങ്ങളുടെ കൂടെ ആളുകൾ ഉണ്ടാവണം. നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. നമ്മുടെ ഈ പ്രവർത്തന മേഖലയിൽ ഇതിന്റെ മുന്നിൽ കുറച്ച് ആളുകൾ മാത്രം പോരാ. നമ്മളൊക്കെ കൂടെ ഉണ്ടാവണം. നമ്മൾ അവർക്കൊരു താങ്ങായി മാറണം. നമ്മൾ അവർക്കൊരു പിന്തുണയായി മാറണം. അതാണ് റസൂലെ ഞാൻ വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ട് തഫ്സീറുകളിൽ കാണാം, അധികം താമസിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിയർക്കാൻ തുടങ്ങി. നല്ല തണുപ്പുള്ളൊരു സമയത്ത് വിയർക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴാ വിയർക്കുക? അള്ളാന്റെ വഹി ഇറങ്ങുമ്പോൾ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ആയത്ത് ഓതുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിയർക്കാറുള്ളത്. ഉടനെ അള്ളാഹുവിന്റെ ആയത്ത് ഇറങ്ങി. എന്താണ് ആയത്ത്? യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്. പ്രവാചകരെ, താങ്കൾക്ക് എന്താണോ അവതരിപ്പിക്കപ്പെട്ടത് അത് താങ്കൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. വഇല്ലം തഫ്അൽ ഫമാ ബല്ലഅത റിസാലതഹു. താങ്കൾ അത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ റിസാലത്തിന്റെ രംഗത്ത് താങ്കൾ പരാജയപ്പെട്ടു. താങ്കൾ പരാജയപ്പെടുന്ന ആളായിട്ട് മാറും. എന്നിട്ട് പിന്നെ പറഞ്ഞതാണ് പ്രധാനം, വല്ലാഹു യഅസിമുക മിനന്നാസ്. ജനങ്ങളിൽ നിന്ന് അള്ളാഹു താങ്കളെ രക്ഷപ്പെടുത്തും, സംരക്ഷിക്കും. ഇത് ഓതിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി താങ്കൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. എന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തു. ഇനി എനിക്കൊരാപത്തും വരില്ല. എന്നെ ഒന്നും ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല. ഈ സഹാബി സമാധാനത്തോടു കൂടി തിരിച്ചുപോയി എന്നതാണ് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. എന്തിനാ ഞാനത് പറഞ്ഞത്? അവരൊക്കെ ചെയ്തത് എന്താണ്? ഈ പ്രബോധന മാർഗത്തിൽ, ഈ ഉത്തരവാദിത്വ നിർവഹണത്തിൽ വലിയ പിന്തുണയും എല്ലാ നിലക്കുമുള്ള സൗകര്യം അവർക്ക് ഒരുക്കി കൊടുത്തു. ഞാൻ നീട്ടി വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല, 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തി ആ വിശ്വാസത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നിടത്ത് നമ്മുടെ ഉത്തരവാദിത്തമായ ദഅവത്തിന്റെ രംഗത്ത് നമുക്ക് ധാരാളം മാതൃകകളുണ്ട്. മുൻഗാമികളായ സഹാബത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചവരും അവരൊക്കെ ഏത് നിലക്കാണ് മുന്നോട്ട് പോയത്? അവരൊക്കെ മുന്നോട്ട് പോയത് വളരെ പ്രാധാന്യത്തോടു കൂടി ഇതിനൊക്കെ ശ്രദ്ധിച്ചത് പരലോകത്ത് അള്ളാന്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ ഖുർആൻ പറഞ്ഞത് എന്താണ്? ആ തൃപ്തി കിട്ടിയപ്പോ അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറളു അൻ. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു. അള്ളാഹുവിന്റെ തൃപ്തി അവർക്ക് കിട്ടി. ആ തൃപ്തി അവർക്ക് കിട്ടി. എന്നിട്ട് അള്ളാഹ് ചേർത്ത് പറഞ്ഞത് എന്താണ്? ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്ഭാഗത്ത് കൂടി നദികൾ ഒഴുകുന്ന സ്വർഗം, അതാണ് അവർക്കുള്ളത്. ആ സ്വർഗമാണ് അവർക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗമാണ് നമുക്ക് കിട്ടേണ്ടത്. ആ സ്വർഗമാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സമയത്ത് അത് അസ്തമിക്കും, ഞെട്ടറ്റ് വീഴും. അതെപ്പോഴാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ധാരാളം ഹദീസുകളും വചനങ്ങളും ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തിയത്. എന്നിട്ട് ഖുർആൻ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? ഖുർആൻ നമ്മളോട് പറയുകയാണ്, യാ അയ്യുഹന്നാസ് ഉത്തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈആ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗുറൂർ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാനത്തെ ഒരു സൂക്തത്തിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്, മനുഷ്യരെ, നിങ്ങളൊരു ദിവസത്തെ ഭയപ്പെടണം. അള്ളാഹുലേക്ക് നിങ്ങൾ തിരിച്ചു വിളിക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. എന്നിട്ട് ഖുർആൻ പറയുന്നത്, അന്നൊരു പിതാവും തന്റെ മകനൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ദിവസമാണ്. ഒരു മകന് തന്റെ പിതാവിന് തിരിച്ചൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ദിവസമാണ്. എന്നിട്ട് അള്ളാഹു പിന്നെയും പറയുന്നത്, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. തീർച്ചയായും അള്ളാഹുവിന്റെ കരാർ സത്യമാണ്. അള്ളാഹുവിന്റെ കരാർ സത്യമാണ്. ലോകത്ത് എത്രയോ ആളുകൾ വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്, കരാറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലതും പുലർന്നപ്പോൾ എത്രയോ പുലരാതെ പേപ്പറുകളിൽ, രേഖകളിൽ മാത്രം എഴുതപ്പെടുകയായിരുന്നു. എന്നിട്ട് ഖുർആൻ പറയുകയാണ്, ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗുറൂർ. ഒരിക്കലും ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, ദുനിയാവ് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ, ദുനിയാവിലൊരു വഞ്ചകന്മാരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെന്ന് ഖുർആൻ ആണയിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ദുനിയാവാണ് പലപ്പോഴും നമ്മളെ ചതിച്ച് ഈ പറഞ്ഞതിൽ നിന്നൊക്കെ മാറ്റി നമ്മളെ തെറ്റിപ്പിക്കുന്നത് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പൊ നമ്മൾ മരിക്കും. മരണത്തെക്കുറിച്ചുള്ള ബോധം വളരെ പ്രധാനമാണ്. ഈ മരണം സംഭവിക്കും എന്ന ഒരു ദൃഢവിശ്വാസമാണ്
നമ്മളെ ഇത്തരം പ്രവർത്തനങ്ങളിൽ സജീവമാക്കുക. നമ്മളൊക്കെ എത്രയോ കാലം ജീവിച്ച് നമ്മുടെ ആയുസ്സിൽ നിന്ന് വലിയൊരു സമയം പോയി. ഒരു അറേബ്യൻ ഭരണാധികാരി, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ പാലസിൽ നൂറുകണക്കിന് ജോലിക്കാരുണ്ട്. അതിലൊരു ജോലിക്കാരൻ അദ്ദേഹം നടത്തിയത് ഒരു ഡ്യൂട്ടി നിർവഹിക്കാനാണ്. എന്താ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി? എന്തിനാണ് അദ്ദേഹം ശമ്പളം വാങ്ങുന്നത്? അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ഇതാണ്: എല്ലാ ദിവസവും രാജാവ് കൊട്ടാരത്തിൽ വരുന്നതിന്റെ മുമ്പ് ഈ കൊട്ടാരത്തിലെ ഈ ജോലിക്കാരൻ എത്തണം. രാജാവ് തിരിച്ചു പോയാൽ അദ്ദേഹത്തിന് തിരിച്ചു പോകാം. അദ്ദേഹം നിർവഹിക്കേണ്ട ഡ്യൂട്ടി എന്താ? ഓരോ 10 മിനിറ്റിലും ഈ രാജാവിന്റെ അടുത്ത് വന്നിട്ട് പറയണം, യാ അബ്ദല്ലാ അൻത തമൂത്ത്, യാ അബ്ദല്ലാ അൻത തമൂത്ത്, അള്ളാഹുവിന്റെ അടിമേ ദാസ നീ മരിക്കും. 10 മിനിറ്റിൽ കൃത്യം പറയണം. അതിൽ വീഴ്ച വരാൻ പാടില്ല. അതിനാണ് അദ്ദേഹത്തിന്റെ ശമ്പളം. അങ്ങനെ വർഷങ്ങൾ ജോലി ചെയ്ത് ശമ്പളമൊക്കെ വാങ്ങി ഒരു ദിവസം ജോലിക്ക് വന്നപ്പോ രാജാവ് പറഞ്ഞു, ഇന്നത്തോടുകൂടി താങ്കളുടെ ജോലി അവസാനിച്ചു. ഇനി താങ്കൾ എനിക്ക് ഇങ്ങനെ ഒരു ജോലി ചെയ്യാൻ എനിക്കൊരു ജോലിക്കാരന്റെ ആവശ്യമില്ല. താങ്കൾ എന്നല്ല ഒരാളും വേണ്ട. അപ്പൊ ഈ ജോലിക്കാരന് വലിയ സങ്കടം. ഈ ജോലിക്കാരൻ ചോദിച്ചു, രാജാവേ, എന്റെ ജോലിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വല്ലതുണ്ടായോ? എന്തെങ്കിലും എന്റെ ജോലിയിൽ പോരായ്മ വന്നിട്ടുണ്ടോ? അറിഞ്ഞുകൊണ്ടായിട്ട് ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല. മനുഷ്യൻ എന്ന നിലക്ക് അറിയാത്ത വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പൊറുക്കണം, ക്ഷമിക്കണം, മാപ്പാക്കണം. രാജാവ് പറഞ്ഞു, നിന്റെ ജോലി വളരെ കൃത്യമായിരുന്നു, സത്യസന്ധമായിരുന്നു, നീ കൃത്യമായിട്ട് ജോലി ചെയ്തു, ഒരു പോരായ്മയുമില്ല. പക്ഷെ എന്താ വിഷയം? ഒറ്റ കാര്യമാണ്. ഞാൻ ഇന്നലെ വരെ ഇല്ലാത്ത ഒന്ന് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ എല്ലാ ദിവസവും കൊട്ടാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് കുളിച്ച് വസ്ത്രമണിഞ്ഞ് ഞാനൊരു കണ്ണാടിയുടെ മുമ്പിൽ പോയി എൻ്റെ മുടിയൊക്കെ ഒന്ന് ചീകിയിട്ടാ വരിക. എന്ന് ഞാൻ മുടി ചീകാൻ വേണ്ടി കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുമ്പോ എൻ്റെ താടി രോമങ്ങളിൽ ചിലത് വെളുത്തതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു, നരച്ചതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഇനി ഞാൻ മരിക്കുമെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ ഒരാളും വേണ്ട, എൻ്റെ ഈ നരച്ച താടികൾ മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത് ഒരു അറേബ്യൻ ഭരണാധികാരിയുടെ ചരിത്രം വായിക്കും നമുക്ക് മനസ്സിലാക്കാൻ. നമ്മൾ ആലോചിച്ചു, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വിചാരമാണ് സത്യത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുക. ഈ ഒരു വിചാരമാണ് മാറ്റിമറിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടിയ അവസരം, നമ്മുടെ ജോലി തിരക്കും സംഗതിയൊക്കെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് നാട്ടിലേക്കാൾ കുറച്ചുകൂടെ ഫ്രീഡം കിട്ടും. ഫാമിലി ഒന്നും ഇല്ലാത്തവരെ സംബന്ധിച്ച് ഒന്നും കൂടെ ഫ്രീ ആയിരിക്കും. ധാരാളം സമയം നമുക്ക് കിട്ടും. അപ്പൊ ആ സമയത്തിൽ ഒരു ഭാഗം നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് ഉണ്ടാവേണ്ടത് ഒരു മാനസികാവസ്ഥയാണ്. ഞാൻ നിങ്ങളെയൊക്കെ അങ്ങേയറ്റം പുകഴ്ത്തുകയാണ്. ഇങ്ങനെ വരാനും ഇരിക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നു എന്നത്. അപ്പൊ നമ്മൾ വരുന്നതോടൊപ്പം നമ്മുടെ കൂട്ടുകാരെ കൂടെ കൊണ്ടുവരാൻ, ഇപ്പൊ നമ്മുടെ റൂമിൽ, നമ്മുടെ കമ്പനിയിൽ എത്ര ആളുകളുണ്ടാവും, എത്രയോ ആളുകളുണ്ട്. അവരൊക്കെ വിളിച്ചിട്ട് പിന്നെയും പറഞ്ഞ്, ഞാൻ നേരത്തെ ചെറുപ്പക്കാരന്റെ സംഭവം പറഞ്ഞല്ലോ, അദ്ദേഹം പിന്മാറിയില്ല, അദ്ദേഹം പരാജയം സമ്മതിച്ചില്ല, വരുന്നത് വരെ കൂടി. അവസാനം അദ്ദേഹം എവിടെ എത്തിയത്? നമ്മുടെ ഒരു പ്രസ്ഥാനത്തിന്റെ കീ പോസ്റ്റിൽ എടുക്കുന്നിടത്ത്, അവിടെ ഉയരുന്നിടത്തേക്ക് അദ്ദേഹം എത്തിപ്പിക്കുന്നതിൽ ഈ ചെറുപ്പക്കാരൻ നിർവഹിച്ച പങ്ക് നിർണായകമായിരുന്നു. അപ്പൊ നമ്മുടെ ദഅവത്ത്, ഇവിടെ നമ്മൾ ചെയ്യുന്ന ഓരോ സെക്കൻഡും, ഇവിടെ നമ്മൾ ചെയ്യുന്ന സെക്കൻഡുകൾ നാളെ പരലോകത്ത് വരുമ്പോൾ നമുക്കത് വലിയ സമയമായിട്ട് മാറും, വലുതായിട്ട് നമുക്ക് മാറും. ആ മാറ്റത്തെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്, ആ മാറ്റത്തെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന് അള്ളാഹു നമുക്ക് നൽകിയ ഈ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമ്മുടെ ഒഴിവ് സമയമൊക്കെ നമ്മൾ അങ്ങനെ ചെലവഴിച്ചാൽ അവിടെയൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സമൂഹത്തിൽ സാധിക്കും. ഞാനതുകൊണ്ട് നീട്ടി വിശദീകരിച്ച് പറയുന്നില്ല, അവസാനിപ്പിക്കുകയാണ്, ബാക്കികൾ ഉപസംഹരിക്കുകയാണ്. നമുക്ക് അള്ളാഹു നൽകിയ നിഅമത്ത്, ഈ നിഅമത്തുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് സഹാബത്ത് തിരിച്ചറിഞ്ഞപ്പോൾ അവരവരുടെ ദൗത്യ നിർവഹണത്തിൽ മുന്നിൽ നിന്ന് മുന്നോട്ട് പോയപ്പോൾ അവർക്ക് അള്ളാന്റെ പൊരുത്തം കിട്ടി, അള്ളാന്റെ സ്വർഗത്തിന്റെ അനുയായികളായിട്ട് അവർ മാറി. ഈ ഒരു മാറ്റത്തിലേക്ക് എത്താനുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കണം ഇത്തരം സംവിധാനത്തിലൂടെയൊക്കെ ഉണ്ടാവേണ്ടത്. ഇവിടെ ഖുർആനിന്റെ ഈ പഠനവും ഈ ഖുർആൻ പഠനത്തിന്റെ സംവിധാനങ്ങളൊക്കെ വർഷങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ലക്ഷക്കണക്കിന് കോപ്പികൾ പുറത്തിറക്കി അതൊക്കെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്ത് എത്ര ആളുകൾക്കാണ് ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ചെറിയ സംഗതിയല്ല, അത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മാത്രമേറിയത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു പ്രോഗ്രാമാണ് അടുത്ത ആഴ്ച നടക്കുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നമ്മുടെ പണ്ഡിതന്മാരൊക്കെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നമ്മോടൊപ്പം കൂടിച്ചേരുമ്പോ നമുക്കതിൽ പങ്കാളികളാവാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യത. ഇൻഷാ അല്ലാഹ് ആ നിലക്ക് ഈ അടുത്ത ആഴ്ചത്തെ പ്രോഗ്രാമിനെ വിജയിപ്പിക്കുന്നിടത്ത് നിങ്ങളുടെയൊക്കെ ഒരു സാന്നിധ്യം, മറ്റുള്ളവരെ കൂടെ കൂട്ടുന്നിടത്ത്
ഉണ്ടാവണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ, ഈ ഒരു സംരംഭം ഏറ്റവും നല്ല രൂപത്തിൽ കബൂൽ ചെയ്യുകയും സ്വീകരിക്കുകയും അള്ളാഹുവിന്റെ അടുത്ത് വലിയ പ്രതിഫലമുള്ളതായി മാറ്റി നമ്മെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുകയും തുണക്കുകയും ചെയ്യുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ സ്വർഗ്ഗലോകത്തിലും ഒരുമിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും ഭാര്യാസന്താനങ്ങളെയും അള്ളാഹു എല്ലാവിധ കാരുണ്യത്തിലും വർഷിപ്പിക്കുകയും അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കുവാനുള്ള ഭാഗ്യം നൽകുകയും ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷയും കാവലും നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم اشف مرضانا ومرضى المسلمين اللهم ارحم موتانا وموتى المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.